വരണം വരണം. എന്താ കാണാത്തെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇറങ്ങാൻ നേരത്തെ 1-2 ഫോൺ കോൾ സമയമായില്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു പ്ലീസ്. ആ രൂപേഷേ, എവിടെ വരെ എത്തിന്ന് ചോദിക്കും. റോജർ കോളി എത്തിപ്പോയി സാർ. കുരിശുപള്ളി കഴിഞ്ഞു. ഒന്ന് വേഗം ഇവിടെ, എല്ലാരും വെയിറ്റ് ചെയ്യാം. വരൂ വരൂ. മുഹൂർത്തം തെറ്റുമോന്ന് പേടിച്ചിരിക്കുന്നു ഞാൻ. മുഹൂർത്തം ഒന്നും തെറ്റില്ല സാറേ. എല്ലാം മുകളിൽ ഒരാൾ കുറിച്ച് വെച്ചിട്ടുണ്ട്. സാറിന് വീട് പണി തുടങ്ങണമെന്ന് തോന്നാൻ ഒരു മുഹൂർത്തം, എനിക്കിവിടെ വന്നിറങ്ങാൻ ഒരു മുഹൂർത്തം, കുറ്റിയടിക്കലൊക്കെ അതിനനുബന്ധമായിട്ട് വരൂ. അല്ല, എന്നാലും ഒരു തുടക്കമല്ലേ? വാസ്തുശാസ്ത്ര പ്രകാരം കുറ്റിയടിക്കൽ തുടക്കമല്ല, 7ാമത്തെ ഘട്ടമാണ്. ശംഖു സംസ്ഥാപനാം സപ്താത് എന്നാ പറയുക. അതായത് ദേശനിർണയം, കാലനിർണയം, ഭൂപരീക്ഷ, ഭൂപ്രവേശം, ഭൂസ്വീകരണം, ഭൂകർഷണം എന്നീ 6 ഘട്ടങ്ങൾ ഇതിനു മുമ്പ് പൂർത്തീകരിക്കണം. പരിഭ്രമിക്കേണ്ട, ലക്ഷണങ്ങളൊക്കെ നന്ന്. എല്ലാം നന്നായി വരും. ഇതാണ് വീടിന്റെ ടോട്ടൽ പ്ലാൻ. ഞാൻ കാണേണ്ട കാര്യമൊന്നുമില്ല. അതല്ല, അമ്മ പറയുന്നത് കുറ്റിയടിച്ച ആശാരി കൊണ്ട് എല്ലാം ഒന്ന് നോക്കണമെന്നാ. ലക്ഷണദോഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഒരു ദോഷം ഉണ്ടായില്ല. വലിയ എഞ്ചിനീയർമാരൊക്കെ വരച്ചതല്ലേ. സാറിന്റെ പോസ്റ്റ് ഇപ്പൊ പോലീസില് ഡിവൈഎസ്പിയാ. കൈക്കൂലി വാങ്ങാറുണ്ടോ? ഇല്ല. എങ്കിൽ ഈ പ്ലാൻ ഒന്ന് മാറ്റി വരയ്ക്കണം. അതെന്താ? ഇവിടെ താമസിക്കാൻ ഇപ്പോ സാറും ഭാര്യയും മോളുണ്ട്, പിന്നെ അമ്മയും. അപ്പോൾ ഗസ്റ്റ് റൂം അടക്കം 4 മുറി ധാരാളം. ഇതൊരു വലിയ കൂട്ടുകുടുംബത്തിന് താമസിക്കാമല്ലോ. അല്ല, പണിയുമ്പോ എന്തായാലും. എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല, പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. കയ്യിലുള്ള കാശ് മുഴുവൻ ചെലവാക്കി കൂട്ടിനൊരു വീട് അങ്ങ് പണിയും. പിന്നെ അത് ഫർണിഷ് ചെയ്യാനും മെയിൻ്റനൻസ് നടത്താനും ഒക്കെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം കളയും. പുറമേ നിന്ന് നോക്കുന്നവർക്ക് ആഹാ മനോഹരമായ വീട്, അകത്ത് കിടന്നുറങ്ങുന്ന ഗ്രഹനാഥന്റെ സ്ഥിതിയോ ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. ശരിയാ, ഉള്ള പ്ലാനിൽ എന്തെങ്കിലും വാസ്തുപരമായ തകരാറുണ്ടോ നോക്കിയാൽ മതി. കണ്ടോ, ദേഷ്യം വന്നു. അല്ല, ഞങ്ങളിത് പഠിച്ച് പരീക്ഷ ജയിച്ച് വന്നവരാണ്. കുറെ വീടുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്കെയിലും പെൻസിലും ജോമെട്രിയും അല്ലാതെ തച്ചുശാസ്ത്രത്തിനൊരു കണക്കുണ്ട്. അതിനൊരൊറ്റ ക്യാൻവാസേ വേണ്ടൂ, മനസ്സ്. കന്നിമൂലയിൽ കണ്ണടച്ചെന്ന് ചെവിയോർത്താൽ ഭൂമിക്കടിയിലെ നീരൊഴുക്കിന്റെ അളവ് പോലും കൃത്യമായി പറയുന്നവരുണ്ടായിരുന്നു പണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ ആ വീട് നമ്മളെ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുകൂടെ നോക്കണം. സർവദശാഭിതം വാസ്തു യച്ച സമ്യങ്മിതം ഭവേ സ്വാമിനസ്തത് ഭവേ ധന്യം സബദേച്ഛ യശസ്കരം. നല്ലതും ശുദ്ധവുമായ കണക്കിൽ നിർമ്മിക്കപ്പെടുന്ന ഗൃഹം ഗൃഹനാഥൻ ഐശ്വര്യവും ഗൃഹനിർമ്മിതിക്ക് മേൽനോട്ടം വഹിക്കുന്ന ശില്പിക്ക് കീർത്തിയും ഉണ്ടാക്കുന്നു. ഭോജരാജന്റെ സമരാങ്കണ സൂത്രധാര ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ മംഗളമായി നടക്കട്ടെ. ഇതിരിക്കട്ടെ. അയ്യോ, അതൊന്നും വേണ്ട. എനിക്ക് ദക്ഷിണ കിട്ടിയല്ലോ. വെറ്റില, അടയ്ക്ക, ഐശ്വര്യമായിട്ട് ഒരൊറ്റ ഉറുപ്പിയ, അത് തന്നെ ധാരാളം. വേണ്ട സാർ, ഒന്നാമത് ഇത് എന്റെ തൊഴിലല്ല. സ്നേഹത്തോട് ആരെങ്കിലും നിർബന്ധിക്കുമ്പോൾ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കുന്നു എന്നല്ലാതെ ജീവിക്കാൻ എനിക്ക് എന്റെ കൈ തൊഴിലുണ്ടല്ലോ. നിന്നോട് ഇപ്പൊ നിങ്ങൾ കെട്ടിയെടുക്കാൻ ഞാൻ പറഞ്ഞോടാ സുരേഷേ. ഇനിയിപ്പോ എന്തിനാ താമസിക്കുന്നേ? പട്ടിക അടിച്ച് ഓട് കയറ്റയല്ലേ? എപ്പ പട്ടി അടിക്കണം, എപ്പോ ഓട് കയറ്റണം എന്നൊക്കെ ഞാൻ പറയും. കാരണം ഞാൻ ഇവിടുത്തെ മൂത്താശാരി. മൂത്താശാരി മണിക്കൂറൊന്നായല്ലോ കൂട്ടലും കിഴിക്കലും വരയ്ക്കലും ഒക്കെ തുടങ്ങിയിട്ട്. എന്താ ഇങ്ങോട്ട് ചേർന്നില്ലേ? ഇതേ ചിരട്ടിയും കോലും എടുത്ത് കയ്യിൽ കുത്തുന്ന ഏർപ്പാടല്ല, കണക്ക്. അത് തന്നെ ഞങ്ങളും പറയുന്നത്. അത് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാവുന്നവര് വേണ്ടേ മുകളില്? മോനെ, മണികണ്ഠനാശാരിയോട് കളിക്കുമ്പോ സൂക്ഷിച്ച് കളിക്കണം കേട്ടോ. പെരുന്തച്ഛന്റെ കഥ ഓർമ്മയുണ്ടല്ലോ. ഉന്നം തെറ്റാതെ ഈ ഉളി അങ്ങോട്ട് ഇട്ടാലുണ്ടല്ലോ. അതിന് ഉന്നം തെറ്റാതെ ഇട്ടാലല്ലേ? വേണ്ട, പണിയെടുക്കാൻ സമ്മതിക്കില്ല. മൂത്താശാരി മണികണ്ഠനെ. ഓ, പെരുന്തച്ഛന് ശ്വാസം വിടാം. പ്രേമേട്ടനെത്തി. മോന്തായം കൂട്ടിയോ? ഞാൻ വന്നിട്ട് മതിയെന്ന് പറഞ്ഞല്ലേ? ഒറ്റയ്ക്ക് ഷൈൻ ചെയ്യാന്ന് വിചാരിച്ചതാ. പാവം മുള്ളിപ്പോയി. ഞാൻ വരാം. വല്ല കാര്യം ഉണ്ടായിരുന്നു.
ആ പിള്ളേരുടെ വായിലിരിക്കുന്ന കേൾക്കാൻ? നീ ഇതെപ്പോ വരുമെന്ന് വിചാരിച്ചിട്ടാ പോലീസുകാരല്ലേ പിടിച്ചോണ്ട് പോയത്? ആ ഈ വളബന്ധം എന്താ കൊള്ളിച്ച് കയറ്റാത്ത? എവിടെ? ഇങ്ങനെ നല്ല പണിയായി കാണിച്ചിരിക്കുന്നത്. ദാ, നിനക്ക് ഈ കുറ്റിയടിക്കൽ ഒരു സ്ഥിര ഏർപ്പാടാക്കിയാൽ എന്താ? വീടിന്റെ പുറത്തൊരു ബോർഡ് എഴുതി വെച്ച് വെറുതെ ഇരുന്നാ പോരെ? പ്രേമചന്ദ്രൻ ആശാരി, കാണാനുള്ള സമയം ഇത്ര മുതൽ ഇത്ര വരെ. ആളുകൾ വന്ന് ക്യൂ നിൽക്കും. വെയിലും കൊള്ളണ്ട, വേർക്കും വേണ്ട. എനിക്കിപ്പോ വെയില് കൊണ്ടും വേർത്തും കിട്ടുന്ന കാശ് മതിയേ. ഇവിടെ മോനെ. ദാ, ആ, ഇങ്ങട്. ദാ. unless it is compelled by an external force. Every body contains its state of rest or uniform motion unless it is compelled by an external force. Every body എന്തോന്നാ ഈ contains കുട്ടി വായിച്ചു കൂട്ടുന്നത്? state of rest കണ്ടെയ്ൻസ് അല്ല, കണ്ടിന്യൂസ് ആണ് മോളെ. എവറി ബോഡി കണ്ടിന്യൂസ് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് ഇറ്റ് ഈസ് കമ്പൽഡ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ആണ്, ലോ ഓഫ് ഇനർഷ്യ. നമ്മളൊക്കെ ഈ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ഇടില്ലേ, അപ്പൊ നമ്മളെല്ലാരും മുന്നോട്ടായില്ലേ? അതൊക്കെ ഈ തിയറിയുടെ ഭാഗങ്ങളാ. അർത്ഥം മനസ്സിലാക്കി പഠിക്കുമോളെ. ഫോൺ അപ്പൊ നാളെ റെസ്റ്റ്, മറ്റന്നാ വർഗീസ് വൈദ്യന്റെ വീടിന്റെ തട്ടടിക്കാൻ തുടങ്ങും. വർഗീസ് വൈദ്യൻ തട്ടടിച്ചോട്ടെ, ഇനി കുറച്ച് ദിവസത്തേക്ക് ഞാൻ അങ്ങോട്ടില്ല. പ്രേമ ചതിക്കല്ലേ, നിന്നൊരാളെ വിശ്വസിച്ചിട്ടാ. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കാതിരിക്കട്ടെ. മാഷേ, മാഷേ, ബാലം മാഷേ. എന്താ പ്രേമ, അച്ഛൻ ഉറങ്ങിപ്പോയോ? ആ എവിടെ? ഇത് എന്നെ പറ്റിക്കാനുള്ള ഒരു നമ്പറല്ലേ? പണിത്തിരക്കാരൻ ഞാൻ ഇന്നലെ വന്നില്ലല്ലോ, അതിന് എന്നോടുള്ള പിണക്കമാ. പിണക്കോ ഇല്ല, ഒരു മണ്ണാങ്കട്ടേ ഇല്ല. ആ കേട്ടല്ലോ, എന്റെ അച്ഛൻ എന്നോട് പിണങ്ങൊന്നുമില്ല. ഓ കേട്ടേ. സർക്കാർ ഓഫീസിലെ ഒരു പ്യൂണിന്റെ വീടാ. ഇന്നത്തോടെ അയാളുടെ ലീവ് കഴിയും. രാത്രിയും കൂടെ നിന്ന് അതൊന്ന് തീർത്തു കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ പറ്റില്ല എന്ന് പറയാം. വന്നാട്ടെ. എന്നിട്ടും ഞാൻ ആ മണികണ്ഠൻ ആശാരിയോട് പറഞ്ഞു നോക്കി. എന്നെയും കാത്തൊരു പാവ അച്ഛൻകുട്ടി അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചെന്നില്ലെങ്കിൽ വിഷമിക്കുന്നൊക്കെ. അയാൾക്ക് അയാളുടെ കാര്യം മാത്രമേ ഉള്ളൂ. നമുക്കേ അയാൾക്ക് വെളിച്ചത്ത് ചോറ് കൊടുത്ത് ഇരുട്ടത്ത് കിടത്തി ഉറക്കാം. ഓടാ, അതാ കുമാരി കൊണ്ടുവന്ന് വെച്ച മീൻകറിയാ. കുളിച്ചൊന്ന് നീ വേണമെങ്കിൽ കഴിച്ചോ. വെറുതെ 23 രൂപ കളഞ്ഞു. എങ്ങനെ? വരുന്ന വഴിക്കേ തട്ടുദോശയും ബീഫും കഴിച്ചു. മീൻ എന്തായാലും നാളത്തേക്ക് എടുക്കാം. കയ്യില് തൈലം പുരട്ടിയോ? ഓ, ഇനിയിപ്പോ തൈലവും കുഴപ്പമൊന്നും വേണ്ട. ഇതൊന്നും ഇനി നേരെ ശരിയാവില്ല. തൈലം 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 തൈലം. കഭി കഭി മേരെ ദിൽ മേ ആയാ ഇതെന്താ അച്ഛനും മോനും കൂടി ഗാനമേള? ഞാൻ പോയിട്ട് ഒരു മത്സരത്തോടെ കൂടെ കൊണ്ടുവരട്ടെ. കേറി വാ കുഞ്ഞൂട്ടാ. അല്ല, കുഞ്ഞൂട്ടേട്ടൻ ഇതെപ്പോ എത്തി? ഞങ്ങൾ ഇന്നലെ വന്നു. ഞങ്ങളെന്ന് പറയുമ്പോ വിലാസിനും കുട്ടികളുണ്ടേ. അപ്പൊ തട്ടുകട അത് അവസാനിപ്പിച്ച് അതൊന്നും ശരിയാവില്ല. മണികണ്ഠൻ ആശാരിയുടെ കുറേ കാശും കൂടെ പോയി കിട്ടിയെന്നർത്ഥം. എങ്ങനെ? അല്ല, കഴിഞ്ഞ വരവനെ അളിയന്റെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ടും കൊണ്ടാ മൂപ്പര് പോയത് തട്ടുകട തുടങ്ങാൻ. അതെന്താ ഇത്ര പറയാനുള്ളത്? അയാൾ പെങ്ങൾക്ക് കൂട്ടുന്ന വേണ്ടി തന്നെയല്ലേ. അല്ലെങ്കിലും ഈ ഉളി പിടിച്ച ശീലിച്ച നമുക്ക് ഈ തട്ടുകട നേരെ പോരാണ്. നമുക്ക് നമ്മളതായ സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ. അതുകൊണ്ട് ഇനി ഈ നാട്ടിൽ തന്നെ കൂടാനാണ് എന്റെ പ്ലാൻ. അതിന് പ്രേമന്റെ സപ്പോർട്ട് എനിക്ക് വേണം. സപ്പോർട്ടോ? എന്ത് സപ്പോർട്ട്? എന്റെ പൊന്നു പ്രേമ, ധർമ്മസങ്കടത്തിലാണ് ഞാൻ. ബേപ്പൂർ പോയൊന്ന് അന്വേഷിച്ച് നോക്ക്. എന്നെ വെല്ലാൻ ഇനിയൊരു ആശാരി അവിടെ ജനിച്ചിട്ടില്ല. ഉരു കണ്ടുണ്ട് മാഷെ, ഉരു. ഈ അറബികൾ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ മുടക്കി ഉണ്ടാക്കി കൊണ്ടുപോകുന്ന സാധനം, അതിന്റെ എക്സ്പെർട്ടാണ് ഞാൻ. കുഞ്ഞൂട്ടന്റെ ഉളി തൊട്ടാൽ ഉരുവിന് പൊന്നിന്റെ മാറ്റാണ് ബേപ്പൂർ ഇപ്പോഴും പാട്ടാ. അതെന്താ ചിരിച്ചേ? വിശ്വസിച്ച് ഒരു പണി ഏൽപ്പിക്കാൻ പറ്റാത്ത ആളാണെന്നാ മണികണ്ഠൻ ചേട്ടൻ പറയാറ്. വിശ്വസിച്ച് എന്ത് പണിയാണ് അയാൾ എന്നെ ഏൽപ്പിച്ചേ? മാഷക്കറിയോ, ഈ പ്രേമന് ഒറ്റ ഒരുത്തന് ഒപ്പം ഉള്ളതുകൊണ്ടാണ് അയാൾ ആൾക്കാർ പണിക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴൊന്നും വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ചാലും നീ ഒന്ന് വരണം. നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും, ഉറപ്പാ. പിന്നെ ഈ ഭാര്യ വീട്ടുകാർ ഓശാരത്തിലൊന്നും കഴിയേണ്ട ആവശ്യമില്ലല്ലോ. പ്രേമ, ഞാൻ വരാം. മതി. പക്ഷെ കുഞ്ഞുകൂട്ടേട്ടൻ ഒരു കാര്യം ചെയ്യണം. ചെയ്ത് കഴിഞ്ഞു. കാര്യം എന്താ? എന്നെ മണികണ്ഠൻ ചേട്ടനെ തമ്മിൽ ഒന്ന് തെറ്റിക്കണം.